നിങ്ങളുടെ ലിംഗം ഇപ്പം പഴയതുപോലെ ഉദ്ധാരണം ലഭിക്കുന്നില്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഉദ്ധാരണക്കുറവിന് എന്തൊക്കെയാണ് കാരണം എന്നതിനെപ്പറ്റി നമുക്ക് നോക്കാം. ഞാൻ ഡോക്ടർ നിഷിത എം, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. ഇന്ന് മിക്കവാറും ഒരു 40 വയസ്സാവുമ്പോൾ തന്നെ ഒരു 40% ആളുകളിൽ ഉദ്ധാരണക്കുറവ് കാണാറുണ്ട്. അത് പ്രധാനമായിട്ടും ശാരീരികമായിട്ടും മാനസികവുമായിട്ടുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. അത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് ആദ്യമായിട്ട് നോക്കാം. ഉദ്ധാരണക്കുറവിന് പ്രധാനമായിട്ട് കാണുന്നത് ഞാൻ ആദ്യം പറഞ്ഞു, ശാരീരികവും മാനസികവുമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട് ഇതിനെന്ന്. അതിൽ തന്നെ ശാരീരികമായിട്ടുള്ളത് നമ്മുടെ ഈ ശാരീരികമായിട്ടുള്ള ചേതനകൾ, അതായത് നമ്മുടെ ഞരമ്പുകളിലേക്ക് എത്താതെ വരുമ്പോഴാണ് ഇത്തരത്തിൽ ലിംഗത്തിലേക്ക് എത്താതിരിക്കുമ്പോഴാണ് ഉദ്ധാരണക്കുറവ് ഉണ്ടാവാറുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം, കൊളസ്ട്രോൾ, യൂറിക് ആസിഡ്, ഇതൊക്കെ ഒരു പ്രധാന വില്ലൻ തന്നെയാണ് ഈ ഒരു ബുദ്ധിമുട്ടിന്. അതേപോലെ തന്നെ നമ്മൾ നോക്കുമ്പോഴാണ് നമ്മളെ വ്യായാമക്കുറവ് മൂലം തന്നെ നമുക്കറിയാം അമിതമായിട്ടുള്ള വെയിറ്റ് ഗെയിൻ ഉണ്ടാവാറുണ്ട്. അത്തരത്തിൽ ഒരു 50% ആളുകൾ നോക്കുമ്പോൾ തന്നെ വെയിറ്റ് ഗെയിൻ കൂടുതലുള്ള വ്യക്തികളിൽ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ നേരത്തെ തന്നെ കാണാറുണ്ട്. അതേപോലെ ഞാൻ ആദ്യം പറഞ്ഞു, മാനസികമായിട്ടുള്ള ഒരുപാട് ഇഷ്യൂസും ഇതിന് കാരണമാക്കാറുണ്ടെന്ന്. അതിലൊരു പ്രധാനമാണെന്ന് വെച്ചാൽ വിഷാദം. ഇന്ന് കോമൺലി നമ്മുടെ ന്യൂ ജനറേഷൻ എന്നല്ല, ഒരുവിധം ആളുകളൊക്കെ വിഷാദത്തിന് അടിമപ്പെട്ടവരാണ്. ഒന്നുകിൽ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഉണ്ടാവുന്ന ഒരു ഡിഫറൻസ് മൂലമായിരിക്കാം ഇത്തരത്തിലുണ്ടാവുന്നത്. വിഷാദ രോഗികളിൽ ഇത്തരത്തിൽ അവർ കഴിക്കുന്ന മെഡിസിൻ്റെ ഭാഗമായിട്ടും ഒക്കെ ഇത്തരത്തിൽ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻസ് ഉണ്ടാവാറുണ്ട്. മറ്റൊരു പ്രധാന വില്ലനാണ് ഹോർമോണുകളുടെ വ്യത്യാസം വരിക. നമ്മുടെ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺസിൻ്റെ വ്യത്യാസം, അതുപോലെ തന്നെ ഹൈപ്പോതൈറോയിഡിസം, നമ്മുടെ തൈറോയിഡിൻ്റെ കംപ്ലയിൻസ്, അതൊക്കെ വരുമ്പോഴും ഇത്തരത്തിൽ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻസ് ഉണ്ടാവാറുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ രക്തക്കുഴലുകളിൽ വരുന്ന ബ്ലോക്കേജ് മൂലമാണ് ഇത്തരത്തിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വരുന്ന ഇതാണ് നമ്മുടെ പക്ഷാഘാത, സ്ട്രോക്ക് മൂലം വരുന്നത്, നമ്മുടെ കാർഡിയാക് കംപ്ലയിൻസുകൾ വരുന്നത്, ഹൈ BP, ഇതൊക്കെ നമ്മുടെ ഈ ഇറക്ടൈൽ ഡിസ്ഫങ്ഷന് കാരണമാവാറുണ്ട്. മദ്യപാനം, അമിതമായിട്ടുള്ള മദ്യപാനം, പുകവലി, ഇതൊക്കെ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻസ് ഉണ്ടാക്കാറുണ്ട്. ഈ പുകവലിക്കകത്തുള്ള പുകയിലയുടെ നിക്കോട്ടിൻ അടങ്ങിയിട്ടുള്ള സാധനം നമ്മുടെ രക്തക്കുഴലുകളിൽ ലോഡ്ജ് ആവുകയും അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആവാതിരിക്കുക, അതായത് രക്തോട്ടം കൃത്യമായിട്ട് അല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ ഇത്തരത്തിൽ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻസ് കാണാറുണ്ട്. അതേപോലെ നമ്മുടെ വ്യായാമമില്ലായ്മ, ആദ്യം പറഞ്ഞു പൊണ്ണത്തടി ഇതിനൊരു പ്രധാന വില്ലനാണ് എന്നുള്ളത്. വ്യായാമക്കുറവ്, അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഭാരം ക്രമീകരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. കൃത്യസമയത്ത് ഉറങ്ങുക എന്നുള്ളതും, കാരണം ഉറക്കക്കുറവ്, സ്ട്രെസ്സ്, ടെൻഷൻസ് ഒക്കെ ഇതേപോലെ തന്നെ നമുക്ക് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻസ് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള മറ്റൊന്നാണെന്ന് വെച്ചാൽ പങ്കാളിയോടൊരു മാനസികമായിട്ടുള്ള ഐക്യം ഇല്ലാതിരിക്കുക. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഇത്തരത്തിൽ ഒരു ബുദ്ധിമുട്ടായിട്ട് വരുമ്പോൾ പേഷ്യൻസിനടുത്ത് നമ്മൾ പറയാറുണ്ട് നിങ്ങൾ വൈഫിനെയായിട്ട് വരാൻ വേണ്ടിയിട്ട്. കാരണം പലപ്പോഴും ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വൈഫായിട്ടും കൂടെ സംസാരിക്കുമ്പോഴാണ് അവർക്ക് തമ്മിൽ എന്താ വെച്ചാൽ മാനസികമായിട്ടുള്ള ഐക്യം വളരെ കുറവായിരിക്കും. അപ്പം അതുണ്ടാവുമ്പോഴും ഇതുപോലെ തന്നെ പുരുഷന്മാരിൽ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻസ് കാണാറുണ്ട്. മറ്റൊരു കാരണമാണ് വൈറ്റമിനുകളുടെയും മിനറൽസിൻ്റെയും ഡെഫിഷ്യൻസി. വൈറ്റമിനുകളായ വൈറ്റമിൻ D, അതുപോലെ വൈറ്റമിൻ B12 തുടങ്ങിയവയൊക്കെ ഉദ്ധാരണ പ്രശ്നങ്ങൾക്ക് കാരണമാവാറുണ്ട്. അതുപോലെ തന്നെ ചില മിനറലുകൾ. അപ്പോൾ അവയൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമുക്ക് ഈ ഉദ്ധാരണ പ്രശ്നങ്ങൾ മറികടക്കാൻ, അതായത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഉദ്ധാരണ പ്രശ്നങ്ങൾ എങ്ങനെ മാറ്റിയെടുക്കാം എന്നതിനെ പറ്റി നോക്കാം. കപ്പിൾസ് ഒരു സെക്ഷൽ കോണ്ടാക്റ്റിൽ ഏർപ്പെടുകയാണെങ്കിൽ തന്നെ അതിൻ്റെ ആ ലിംഗഭാഗത്തുള്ള ഈ ചർമ്മത്തിൻ്റെ ആ ഭാഗത്തുള്ള ഒരു ടച്ചിങ്സ് ഒക്കെ കൂടുതലായിട്ട് ഈ ഇറക്ഷന് സഹായിക്കുന്നതാണ്. അപ്പോൾ പങ്കാളിയുടെ ഈ ഒരു മനോഭാവം ഇതിന് ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഫോർപ്ലേ നല്ല രീതിയിൽ ഉണ്ടാകുമ്പോൾ തന്നെ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻസ് ഒരുവിധം നമുക്ക് പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. ഇനി മറ്റ് ചില കാര്യങ്ങൾ ആദ്യം പറഞ്ഞു, നമ്മുടെ കുറേ അസുഖങ്ങൾ പറയേണ്ട, ഈ പ്രമേഹം, ഹൈ BP, കൊളസ്ട്രോള്, യൂറിക് ആസിഡ് തുടങ്ങിയവയൊക്കെ. അപ്പോൾ അവയൊക്കെ നമ്മൾ എന്താ വെച്ചാൽ പരിധിയിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അതായത് നമ്മുടെ പരിധിയിലാക്കാൻ, അതിനാവശ്യമാണെങ്കിൽ അതിനനുസരിച്ചുള്ള മെഡിക്കേഷൻസ് കഴിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതൊരു ഇമ്പോർട്ടൻസ് ആണ്. ഇനി ഈ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻസ് ഉണ്ടപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു വൈറ്റമിൻ B12 കുറവുണ്ടെങ്കിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ വൈറ്റമിൻ B12 റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളായിട്ടുള്ള ഫിഷ്, നമ്മുടെ മത്സ്യം, അതുപോലെ തന്നെ ചീസ്, പാല് തുടങ്ങിയിട്ടുള്ള ഹോൾ വീറ്റ്, അതായത് ഹോൾ ഗ്രെയിൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. മറ്റൊന്ന് വൈറ്റമിൻ D പറഞ്ഞു. വൈറ്റമിൻ Dയുടെ ഏറ്റവും നന്നായിട്ടുള്ള റിച്ച് സോഴ്സാണ് നമ്മുടെ സൂര്യപ്രകാശം. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെയിൽ കൊള്ളുക, അല്ലെങ്കിൽ അതടങ്ങിയിട്ടുള്ള കൂണ്, അതുപോലെ തന്നെ കരൾ,
മാരിയുള്ളവ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അത് omega-3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഫിഷുകൾ ഒക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇവയൊക്കെ നമ്മുടെ ഉദാഹരണ പ്രശ്നങ്ങൾ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പഴങ്ങളും പച്ചക്കറികളും നന്നായിട്ട് കഴിക്കുക എന്നുള്ളത്. നമ്മൾ പ്രോട്ടീൻസ് കഴിക്കുക. അത് പ്രോട്ടീൻസായ മുട്ടയുടെ മഞ്ഞ കഴിക്കുന്നതൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ ഇനി ഓരോന്നും എങ്ങനെയൊക്കെ കഴിക്കാം എന്നതിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ എന്തൊക്കെ കഴിക്കരുത് എന്നുള്ളതും കഴിക്കേണ്ട കാര്യങ്ങൾ മാത്രമല്ല, നമ്മൾ കഴിക്കാൻ പാടില്ലാത്തതും കൂടി നമ്മൾ നോട്ട് ചെയ്യേണ്ടതാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഒന്ന് മദ്യപാനം, അതുപോലെ തന്നെ പുകവലി, മറ്റൊന്നാണ് റെഡ് മീറ്റുകൾ, ചുവന്ന മാംസങ്ങളൊക്കെ ഒഴിവാക്കുക. അതേപോലെ ഷുഗർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. അതേപോലെ അമിതമായിട്ടുള്ള ഉപ്പൊക്കെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമ്മൾ ഇത്തരത്തിൽ ഉദാഹരണ കുറവുള്ള വ്യക്തികൾ കഴിക്കേണ്ട ഭക്ഷണങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ അതിൽ വരുന്നതാണ് പഴങ്ങൾ, പച്ചക്കറികൾ, നട്ട്സുകൾ, ഒലിവ് ഓയിൽ തുടങ്ങിയവയൊക്കെ, അതായത് ഹൈ പ്രോട്ടീൻസ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. വൈറ്റമിൻ B12 അടങ്ങിയിട്ടുള്ള മുട്ട, ചീസ്, പാല് തുടങ്ങിയവയൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. അതിൽ തന്നെ എന്താ വെച്ചാൽ omega-3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ, ഇവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് വളരെ നല്ലതാണ്. പിന്നെ ചില കാര്യങ്ങൾ പറഞ്ഞു, കാരണം കുറേ കാരണങ്ങൾ നമ്മൾ പറഞ്ഞു ഉദാഹരണ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി ഇതൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും കൂടെ നമ്മൾ പറയണമല്ലോ. അതിൽ വരുന്നതാണ് എന്താ വെച്ചാൽ നമ്മൾ കൃത്യസമയത്ത് ഉറങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഉറക്കക്കുറവും ഒക്കെ ഇതിനൊരു ഇഷ്യൂസ് ഉണ്ടാക്കാറുണ്ട്. മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യോഗ മാതിരിയുള്ള വ്യായാമങ്ങൾ ചെയ്യേണ്ടതാണ്. ഇതേപോലെ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞു അമിതമായിട്ടുള്ള ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് എക്സസൈസ് ചെയ്യണമെന്ന്. അതിൽ തന്നെ ഈ എക്സസൈസ് ചെയ്യുന്നത് പോലെ നമ്മുടെ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ട്. അതിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാലും ഈ പുരുഷന്മാരിൽ ഉദാഹരണ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. കാരണം ഈ ഉദാഹരണ പ്രശ്നങ്ങൾക്ക് ഒരു പ്രധാന കാരണമാണ് ഈ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് കുറയുക എന്ന് പറഞ്ഞത്. നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ ഇത് നാച്ചുറലായിട്ട് തന്നെ ഇൻക്രീസ് ചെയ്യാൻ നമ്മുടെ ശരീരത്തിന് സാധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മസ്റ്റായിട്ട് വ്യായാമം ചെയ്യണം എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. അതിൽ തന്നെ ഈ ഉദാഹരണ പ്രശ്നങ്ങളുള്ള വ്യക്തികൾ പ്രത്യേകിച്ച് ചെയ്യേണ്ടതാണ് കെഗൽ ടൈപ്പ് ഓഫ് എക്സസൈസ്. അത് നമ്മുടെ ആ ഭാഗത്തുള്ള മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി സഹായിക്കും. നമ്മുടെ ആ ഭാഗത്തുള്ള മസിലുകൾക്ക് രക്തോട്ടം വർദ്ധിക്കുകയും അതുമൂലം തന്നെ ഇറക്ഷൻ, അതായത് ഉദാഹരണം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നതാണ്. ഇനി ഇത്തരത്തിലുള്ള ഉദാഹരണ പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ചില ഉദാഹരണ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി പറ്റുന്ന ചില കാര്യങ്ങളെ പറ്റി പറഞ്ഞുതരാം. അതിൽ പ്രധാനമായിട്ട് ഒരു 3 ടൈപ്പ് ജ്യൂസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതിലൊന്നാണ് നമ്മുടെ തണ്ണിമത്തൻ അഥവാ വാട്ടർ മെലോണിൻ്റെ ജ്യൂസ്. ഈ വാട്ടർ മെലോൺ ജ്യൂസ് നമ്മൾ പൊതുവേ അറിയപ്പെടുന്നത് നാച്ചുറൽ ആയിട്ടുള്ള വയാഗ്ര എന്നാണ്. അതായത് ഇത്തരത്തിലുള്ള തണ്ണിമത്തൻ ജ്യൂസ് കുടിക്കുന്നത് മൂലം നമ്മുടെ പെനിസിലേക്കുള്ള ബ്ലഡ് ഫ്ലോ, അതായത് രക്തോട്ടം വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ്. അതിനാൽ തന്നെ എന്താ വെച്ചാൽ ഈ ലിംഗത്തിനകത്തേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻസ് കൂടാനും ഉദാഹരണ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സഹായിക്കുന്നതാണ്. മറ്റൊരു ജ്യൂസാണ് ബീട്രൂട്ടും ഇതുപോലെ തന്നെ ഒരു അരക്കഷ്ണം ബീട്രൂട്ട് എടുത്തിട്ട് ദിവസവും രാവിലെ കഴിക്കുക ജ്യൂസ് അടിച്ചിട്ട്. ഇതിനകത്ത് മധുരമൊന്നും ആഡ് ചെയ്യാൻ പാടില്ല. അത്തരത്തിൽ കഴിക്കുന്നത് ഇതുപോലെയുള്ള ഈ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. മറ്റൊന്നാണ് പൊമഗ്രാനൈറ്റിൻ്റെ ജ്യൂസ്. അത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, നാച്ചുറലി നമുക്കറിയാം രക്തം വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു നല്ലൊരു ഡ്രിങ്കാണ് പൊമഗ്രാനൈറ്റ് അഥവാ മാതള നാരങ്ങ. അപ്പോൾ അത്തരത്തിലുള്ള ജ്യൂസുകൾ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് എന്താ വെച്ചാൽ ഈ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് കുറഞ്ഞാലും ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻസ് ഉണ്ടാവുമെന്ന് പറഞ്ഞുവല്ലോ. അതുകൊണ്ട് തന്നെ ഈ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും നന്നായിട്ട് കഴിക്കേണ്ട ഒന്നാണ് ബദാം. ഡെയിലി ഒരു 5 ബദാം തോലോട് കൂടി കഴിക്കേണ്ടത് ഇത്തരത്തിലുള്ള ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് കൂട്ടാൻ. അതായത് നമ്മുടെ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ഉൽപ്പാദനത്തിന് സിങ്ക് എന്ന് പറയുന്ന ഒരു മിനറൽസ് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ സിങ്കിൻ്റെ അഭാവം മൂലം ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ഉൽപ്പാദനം കുറയുകയാണ് ചെയ്യുക. അത് നമ്മൾ ഡെയിലി സപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അതുമൂലമുള്ള ആ ഒരു ബുദ്ധിമുട്ട് മാറ്റാൻ സഹായിക്കുന്നതാണ്. അതേപോലെ തന്നെ മറ്റൊന്നാണ് തേൻ. നമുക്കറിയാം തേൻ നല്ലൊരു ആൻറ്റി ഓക്സിഡൻസ് ആണ്. നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് തേൻ ഡെയിലി കഴിക്കുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ ഈ തേൻ എന്താ വെച്ചാൽ നമ്മുടെ ഹോർമോണുകളൊക്കെ ഇൻക്രീസ് ചെയ്യാനും നമ്മുടെ ബ്ലോക്കുകളൊക്കെ കുറയ്ക്കാൻ വേണ്ടി, അതായത് രക്തോട്ടം കൂട്ടാൻ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് തേന് ദിവസവും രാവിലെ കഴിക്കുന്നത് ഇതുപോലെയുള്ള ഉദാഹരണ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ചീര, നട്ട്സ്, ഓട്സൊക്കെ ഏത് ടൈപ്പ് ഓട്സുകളും ഇത്തരത്തിലുള്ള ഉദാഹരണ പ്രശ്നങ്ങൾക്ക് നല്ലതാണ് കേട്ടോ. ഇനി
ഹോം റെമഡി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണെന്ന് വെച്ചാൽ സവോളയും ഉഴുന്നുപരിപ്പും. അതായത് സവോളയുടെ നീര് നന്നായിട്ട് എടുത്തിട്ട് അതിനകത്ത് നമ്മുടെ തോലോട് കൂടിയിട്ട് കറുത്ത ഉഴുന്നുപരിപ്പ് തോലോട് കൂടിയിട്ട് ഇടുക. എന്നിട്ട് സവോളയ്ക്കകത്ത് ഡിപ്പ് ചെയ്തേക്കുക, അതായത് മുക്കി വയ്ക്കുക. കുറച്ച് ദിവസം കഴിയുമ്പം ആ സവോള നീര് ആ ഉഴുന്നുപരിപ്പിനകത്ത് മിക്സ് ആയിട്ടുണ്ടാവും. അത് ഒരു ടീസ്പൂൺ എടുത്തിട്ട് ദിവസവും രാവിലെ കഴിക്കുക. ഇത്തരത്തിൽ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻസ് നല്ല ഡിഫറൻസ് കാണാറുണ്ട്. അതുപോലെ തന്നെയാണ് നമുക്കെന്താ വെച്ചാൽ നമ്മുടെ വെളുത്ത സവോള നന്നായിട്ട് നെയ്യിൽ റോസ്റ്റ് ചെയ്യുക. നന്നായിട്ട് റോസ്റ്റ് ചെയ്തതിന് ശേഷം അത് ഒരു ടീസ്പൂൺ എടുത്തിട്ട് ദിവസവും രാവിലെ കഴിക്കുക. അത് കഴിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഒരു ബ്രേക്ക്ഫാസ്റ്റോ മറ്റൊരു ഭക്ഷണങ്ങൾ എന്തും കഴിക്കുന്നതിന് ഒരു 1-2 മണിക്കൂർ, അതായത് ഈ സവോള ഒരു ടീസ്പൂൺ കഴിച്ചതിന് ശേഷം ഒരു മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും കഴിച്ചിട്ട് മാത്രമേ നിങ്ങൾ മറ്റു ഭക്ഷണങ്ങൾ കഴിക്കാവൂ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. ഇത്തരത്തിലൊരു പ്രശ്നം നിങ്ങൾക്കുണ്ടെങ്കിൽ, എന്നിട്ട് നിങ്ങൾക്ക് അതൊന്നും മാറുന്നില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ സഹായം നേടേണ്ടതാണ്. അതിനായിട്ട് ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ രോഗിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള കണ്ടീഷൻസൊക്കെ എടുത്തിട്ട് നമ്മളൊരു ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള യൂറോപ്യൻ നിർമ്മിതമായ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് കൃത്യമായിട്ട് രോഗനിർണയവും മരുന്ന് നിർണയവും നടത്തിയതിന് ശേഷം അതിനനുസരിച്ചിട്ട് മെഡിസിൻസ് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്കൊരു ദീർഘകാലം മരുന്ന് കഴിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവാറില്ല. വളരെ കുറച്ച് കാലം കൊണ്ട് തന്നെ നമുക്കിത് ഭേദപ്പെടുത്താവുന്നതാണ്. ഇത്തരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യപരമായ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ നിഷിത എം, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.